കുറേ നാളുകൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം പറഞ്ഞ് നമുക്ക് തുടങ്ങാം. ഞാനൊരു ആശുപത്രിയിൽ ഒ.പിയിൽ ഡോക്ടറെ കാണാൻ നിൽക്കുകയാണ്. ഒരുപാട് പേഷ്യൻസ് ഇരിക്കുന്നു. നഴ്സ് വന്ന് ഓരോരുത്തരുടെ പേര് വിളിക്കുന്നു. നഴ്സ് വന്ന് ഒരു പേര് വിളിച്ചു. പേര് വിളിച്ചത് ഷക്കീല എന്നാണ്. അപ്പോൾ അവിടെ ഇരുന്നൊരു സ്ത്രീ വല്ലാത്ത ജാള്യതയോടെ എണീറ്റ് മുഖം കുനിച്ച് അകത്തേക്ക് കയറി പോകുന്നു. കാരണം നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ഒരുപാട് മുസ്ലിം സഹോദരിമാർക്ക് ഷക്കീല എന്ന പേരുണ്ട്. പക്ഷേ ഷക്കീല എന്നാണ് പേര് എന്ന് ഉറക്കെ പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം കുറേ നാളുകൾക്ക് മുമ്പ് കേരളത്തിലുണ്ടായി. കാരണം സിനിമയിൽ ഷക്കീല തരംഗം വന്നതോടുകൂടി ഷക്കീല എന്നാണ് പേര് എന്ന് പുറത്ത് പറയാൻ പല മുസ്ലിം സഹോദരിമാർക്കും മടിയായിരുന്നു. കാരണം അത്രമാത്രം ചിത്തപ്പേരുണ്ടാക്കിയ പേര് എന്ന് പറയുന്നത് വ്യാകരണ പിശകായിരിക്കാം. എന്നാലും സംഭവം അതാണ്. കാര്യം എല്ലാവർക്കും മനസ്സിലായല്ലോ. പിന്നീട് കുറേ കാലം വളരെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ കേരളത്തിലെ വനിതകളുടെ പേര് എന്ന് പറയുന്നത് കൂടത്തായി ജോളിയാണ്. നമ്മൾ വിശ്വസിക്കാനാവാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ വ്യാജ ജോലി എന്നൊക്കെ പറഞ്ഞ് രാവിലെ ഇറങ്ങിപ്പോകുന്നു. എന്നിട്ട് തൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളുകളെയൊക്കെ സയനൈഡ് കൊടുത്ത് കൊന്നുകളഞ്ഞ ജോളി. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കേട്ടത് കാമുകനെ കൊന്ന ഗ്രീഷ്മ, കഷായം ഗ്രീഷ്മ. ഇങ്ങനെ കുറേ പേരുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. വല്ലാതെ നെഗറ്റിവിറ്റി സ്ത്രീകൾക്കുണ്ടാക്കിയെടുത്ത ചില പേരുകളാണ് ഇവ. ഒരു തർക്കമില്ല, എല്ലാ സ്ത്രീകളും ഇങ്ങനെയാണെന്നല്ല പറഞ്ഞു വരുന്നത്. പക്ഷേ സ്ത്രീകളിൽ നിന്ന് ചില ആളുകൾ ക്രിമിനൽസ് ആയിട്ട് വരുമ്പോൾ അവർ നമ്മുടെ ചിന്തകൾക്കപ്പുറത്ത് കാര്യങ്ങൾ ചെയ്യുന്ന ക്രിമിനൽസായി മാറുന്നു. പഴയ ഓമനെ അറിയില്ലേ, ഭർത്താവിനെ വെട്ടിക്കണ്ടിച്ച് സ്യൂട്ട് കേസിലാക്കി കൊണ്ടു നടന്ന ഓമന. അപ്പോൾ വനിതകൾ ക്രിമിനൽസായി വന്നവരൊക്കെ അടയാളപ്പെടുത്തി പോയവരാണ്. ഇപ്പോൾ ഷെറിൻ, കാരണവർ വധക്കേസിലെ ഷെറിൻ ജയിലിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. അതിൻ്റെ കഥകളും നമുക്കറിയാം. ഇങ്ങനെ സ്ത്രീകൾ കുറ്റവാളികളാവുന്നവർ, ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, വലിയ തോതിൽ കുപ്രസിദ്ധി ആർജിച്ചവരാണ്. കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിൽ സംഭവിക്കുന്നത് എന്താണ്? കേരളത്തിൽ ഇതുപോലെ ചില സ്ത്രീകളുടെ പേര് പറയുമ്പോൾ ആ പേരുള്ള മറ്റുള്ളവർക്ക് വല്ലാത്ത മാനക്കേടുണ്ടാവുന്നു. ആ തരത്തിലേക്ക് ചില പേരുകൾ മാറിയിട്ടുണ്ട്. വീണ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. വീണ എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ ശബ്ദം പുറപ്പെടുവിക്കുന്ന ഒരു വാദ്യോപകരണമാണ്. എല്ലാവർക്കും ഇഷ്ടമാണ്. വീണാനാദം എന്ന് തന്നെ പറയുമ്പോൾ നമുക്കൊരു കുളിരും രോമാഞ്ചമൊക്കെ ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ വീണ എന്ന് പറഞ്ഞാലോ, ഈ വീണ എന്നുള്ള പേര് പിണറായി വിജയൻ്റെ മകൾ വീണയെക്കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്. കേരളത്തിലെ മന്ത്രിയായിരുന്ന വീണ ജോർജ് എന്ന് പറയുന്ന കുപ്രസിദ്ധയായ ഒരു മന്ത്രി. കാരണം വീണ ജോർജിൻ്റെ കാലത്ത് ആരോഗ്യവകുപ്പിൽ പ്രസിദ്ധി ഉണ്ടാക്കുന്ന ഒന്നും ഉണ്ടായിട്ടില്ല. അതിനു മുമ്പിരുന്ന മന്ത്രിയായ ശൈലജ ടീച്ചറുമായി കമ്പയർ ചെയ്യുമ്പോൾ വീണ ജോർജിനെ ഏതെങ്കിലും പൊട്ടക്കിണറ്റിൽ ഇട്ട് കളയണമെന്ന് ആർക്കെങ്കിലും തോന്നിയാൽ കുറ്റം പറയാൻ പറ്റാത്ത തരത്തിലായിരുന്നു ആരോഗ്യവകുപ്പ് കുത്തഴിഞ്ഞ് നശിച്ച് പണ്ടാറടങ്ങിപ്പോയി കഴിഞ്ഞ 5 വർഷക്കാലം. വീണ എങ്ങനെയാണ് മന്ത്രിയായത്? ഒരു ക്രൈസ്തവ സഭയുടെ സ്വാധീനം ഉറപ്പിക്കാൻ കഴിയും എന്നുള്ള ഒറ്റ കാരണം കൊണ്ട്, സഭയിലെ പ്രധാനിയായ ഒരാളുടെ ഭാര്യയാണെന്നുള്ള ഒറ്റ കാരണം. അല്ലാതെ കേരളത്തിലെ കൊടിപാറിച്ച മാധ്യമപ്രവർത്തകയൊന്നും ആയിരുന്നില്ല ഒരു കാലത്തും വീണ ജോർജ്. ഒരു സാധാരണ മാധ്യമപ്രവർത്തക, ദൃശ്യമാധ്യമത്തിലായതുകൊണ്ട് കൂടുതൽ വിസിബിലിറ്റി കിട്ടി എന്നല്ലാതെ കേരളത്തിലെ മാധ്യമരംഗത്ത് സർഗപരമായ അല്ലെങ്കിൽ തൻ്റെ റിപ്പോർട്ടുകളിലൂടെ അടയാളപ്പെടുത്തുന്ന ഒരു സംഭാവനയും ചെയ്തിട്ടില്ലാത്ത, അത്യാവശ്യം തൊലിവെളുപ്പുള്ള, കാണാൻ ഭംഗിയുള്ള, നന്നായി സംസാരിക്കാൻ കഴിയുന്ന ഒരു മാധ്യമപ്രവർത്തക. ഇത്രയല്ലേ ഉള്ളൂ വീണ ജോർജ്. പിന്നെ എങ്ങനെയാണ് അവർ രാഷ്ട്രീയത്തിലേക്ക് വരികയും നേരിട്ട് MLA ആവുകയും മന്ത്രിയാവുകയും ഒക്കെ ചെയ്തത്? എങ്ങനെയാണ്? സമുദായം, ജാതി, മതം, സ്വാധീനം, ഇത് മാത്രം കണക്കിലെടുത്ത് CPM കളിച്ച ഒരു കളിയുടെ ഭാഗമായിട്ടാണ് വീണ മന്ത്രിയാവുന്നത്. മന്ത്രിയായതിനു ശേഷം ഇവരുടെ പെരുമാറ്റം എന്തായിരുന്നു? പത്തനംതിട്ട ജില്ലയിൽ ഒരു ചെറുപ്പക്കാരനുണ്ട്, സൂരജ് ഇലന്തൂർ എന്നാണ് പറയുന്നത്. എൻ്റെ സുഹൃത്താണ്, എനിക്ക് ഒരുപാട് കാലം അറിയാം. ഒരുപാട് കാലമായി എനിക്ക് സൂരജിനെ അറിയാം. സൂരജ് ശബരിമല പ്രക്ഷോഭകാലത്ത് ജയിലിൽ കിടന്നിട്ടുണ്ട്. ഈ സൂരജ് പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൻ്റെ ഒരു ചിത്രം എടുത്തിട്ട്, അത് കുളമല്ല കായൽ പോലെ കിടക്കുന്ന ഒരു ചിത്രം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു എന്നതിൻ്റെ പേരിൽ കള്ളക്കേസ് ചുമത്തി സൂരജിനെ ജയിലിൽ അടപ്പിച്ചിട്ടുണ്ട് ഈ വീണ ജോർജ്. തീർന്നില്ല. അവർ കണ്ണൂരിൽ നിൽക്കുമ്പോൾ, കോഴിക്കോടോ നിൽക്കുമ്പോൾ KSUവിലെ പാവപ്പെട്ട പിള്ളേർ വന്നിട്ട് കരിങ്കുടി കാണിച്ച് പ്രതിഷേധിച്ചു. ഉടനെ ഇവരുടെ ധാർഷ്ട്യം, അവരുടെ നേരെ ചാടിക്കേറി, ഇവർ വെട്ടിത്തിരിഞ്ഞപ്പോഴാണ് മറ്റവരുടെ പടലി കുലുക്കി. ഉടനെ ആയുധം ഉപയോഗിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് ഇവരൊരു നാടകം ഉണ്ടാക്കി, കഴുത്തിൽ മറ്റേ ചരടുമൊക്കെ കെട്ടി, മീശമാധവൻ സിനിമയിലെ പിടലി എന്ന കഥാപാത്രത്തെ അനുസ്മരിക്കുമാറ്
ഒരു സാധനമൊക്കെ കെട്ടി ഇറന്നു അത്യാസന്ന നിലയിൽ മരണാസന്നയായി ആശുപത്രിയിൽ കിടക്കുന്നു. പിണറായി വിജയൻ വന്ന് കാണുന്നു, ഗോവിന്ദൻ വന്ന് കാണുന്നു, സകലരും കാണുന്നു, ഷംസീർ സ്പീക്കർ വന്ന് കാണുന്നു. അങ്ങനെ ഗദ്ഗത കണ്ടയായി എൻ്റെ കഴുത്തിൽ കത്തി വെച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് വിതുമ്പുന്ന വീണ ജോർജിനെ കണ്ടു. എന്നിട്ടോ രാത്രിയായപ്പോൾ ആരും അറിയാതെ പാതിരായ്ക്ക് അനങ്ങാൻ വയ്യാതെ കിടന്ന വീണ ജോർജ് കാറിൽ കയറി കണ്ണൂരിൽ നിന്ന് പത്തനംതിട്ടയ്ക്ക് പോയി. കഴുത്തൊടിഞ്ഞ് കിടക്കുന്ന ആളാ, ICU കിടന്ന ആളാ. ഇത്ര വലിയ നാടകം തട്ടിപ്പ് നടത്തി പാവപ്പെട്ട ഒരു പറ്റം ചെറുപ്പക്കാരെ വധശ്രമ കേസിൽ പ്രതിയാക്കാൻ നടത്തിയ നികൃഷ്ടയായ ഒരു സ്ത്രീയാണ് വീണ ജോർജ് എന്ന് പറഞ്ഞാൽ തെറ്റുണ്ടോ? ഇന്നലെ ആ പോലീസ് ഈ സംഭവത്തിൻ്റെ എല്ലാ വിശദാംശങ്ങളും പരിശോധിച്ച് ഇവർക്കെതിരെയുള്ള വധശ്രമ കേസ് നിലനിൽക്കില്ല എന്ന് കാണിച്ച് കോടതിയിൽ കുറ്റപത്രം കൊടുത്തു. അപ്പോൾ വീണ ജോർജ്, ഇപ്പോൾ വീണ എന്നുള്ള പേര് കേൾക്കുമ്പോൾ നമുക്കങ്ങ് ഇഷ്ടം അങ്ങോട്ട് വല്ലാണ്ട് മാറും. അടുത്ത വീണയെക്കുറിച്ച് പറയാതിരിക്കുകയാണ് പിണറായി വിജയൻ്റെ പുന്നാരമോള് വീണ. വീണയെ ചോദ്യം ചെയ്യാൻ വേണ്ടി പിണറായി വിജയൻ താമസിക്കുന്ന വീണയുടെ വീട്ടിൽ, കാരണം ഇപ്പോൾ പറയുന്നത് വീണയും റിയാസും കൂടെ എടുത്ത വീടെന്നാണ് പറയുന്നത്, അവിടെ നിന്ന് വീണയെ ചോദ്യം ചെയ്യാൻ വേണ്ടി ED വന്നതിൻ്റെ പേരിൽ CPM ഗുണ്ടകൾ അഴിഞ്ഞാടിയതെല്ലാവരും നമ്മൾ കണ്ടതാണ്. അവസാനം അടിയും കഴിഞ്ഞ് CPMകാരെല്ലാം ജയിലിൽ പോയി ജാമ്യം കിട്ടാതെ വധശ്രമ കേസിൽ പ്രതിയായി അകത്ത് കിടക്കുക. പുറത്തിറങ്ങണമെങ്കിൽ ഇത്തിരി പാടാണ്. എന്നിറങ്ങുമെന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ല. അവസാനം പിണറായി തന്നെ പറഞ്ഞിരിക്കുന്നത് എൻ്റെ ചോദ്യം ചെയ്യാനല്ല, വീണയെ ചോദ്യം ചെയ്യാനാണ് വന്നത്. അങ്ങനെയാണെങ്കിൽ എന്തിനായിരുന്നു സഖാക്കൾ അവിടെ തടിച്ചുകൂടി പിണറായിയെ സംരക്ഷിക്കാൻ വന്നതെന്നുള്ള ചോദ്യം ബാക്കി അവിടെ നിൽക്കട്ടെ. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഇന്നെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളിങ്ങനെ നിരന്തരം വീണയ്ക്കെതിരെ വാർത്ത കൊടുത്താലുണ്ടല്ലോ വലിയ പ്രശ്നമാവും. നിങ്ങൾ എന്താ കൊടുക്കുന്നത്? വീണയെ കുരുക്കി, വീണ അറസ്റ്റിലേക്ക്, വീണ ജയിലിലേക്ക് എന്തൊക്കെ പറഞ്ഞ് നിന്നും നിങ്ങൾ വീഡിയോ ചെയ്യുകയാണ്. ശരിയാണ്, അടുത്ത ബുധനാഴ്ച ഹാജരാവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ നിരന്തരം ചെയ്താൽ ആ പാവം കൊച്ചിന് വല്ല പേടിച്ച് വല്ല പനിയും വന്ന് വല്ലതും പറ്റിപ്പോയാൽ നിങ്ങൾ ജയിലിലാവും കേട്ടോ എന്ന് പറഞ്ഞു. തമാശയായിരിക്കാം, പക്ഷേ വീണ എന്ന് പറയുന്ന പേര് വല്ലാത്ത നെഗറ്റീവായിട്ടുണ്ട്. ഇനി അതുപോലെയാണ് ആര്യ എന്നൊക്കെ പേര് പറഞ്ഞാൽ മനുഷ്യനിപ്പോൾ പ്രാണനം കൊണ്ട് ഓടും. തിരുവനന്തപുരത്തിന് മേയറായിട്ട് 5 വർഷം ഒരു ആര്യയെ സഹിച്ചതിൻ്റെ കെടുതി ഇപ്പോഴും തീർന്നിട്ടില്ല. ആ കെടുതിയുടെ ഭീതി കൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ശിവൻകുട്ടി വീണ വന്ന് സ്റ്റേജിൽ കയറാൻ നോക്കിയപ്പോൾ കണ്ടം വഴി ഓടിച്ചു വിട്ടു CPMൻ്റെ നേതാവ് മുൻ മന്ത്രി ശിവൻകുട്ടി. അപ്പോൾ എങ്ങനെയാണ് ഒരു വനിത തിരുവനന്തപുരം നഗരത്തെ കുളമാക്കിയത്? എത്ര നെഗറ്റീവായിട്ട് മാറി ആ പേരെന്ന് നമുക്കറിയാം. അപ്പം ഈ പറഞ്ഞ പോലെ കുറേ പേരുകൾ ഇങ്ങനെ പി പി ദിവ്യ നമ്മുടെ ADMൻ്റെ ആത്മഹത്യക്ക് കാരണക്കാരിയായ ദിവ്യ. അപ്പോൾ കേരളത്തിൽ രാഷ്ട്രീയ രംഗത്ത് ഞാൻ ആദ്യം പറഞ്ഞു വന്നത് ക്രിമിനലുകളായ ജോളിയെയും ഗ്രീഷ്മയെയും കുറിച്ചൊക്കെ ആണെങ്കിൽ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ച് ക്രിമിനൽ സ്വഭാവത്തോടെ പ്രവർത്തിക്കുന്ന ചില ആളുകളെ, ശത്രുതാഭാവത്തോടെ മറ്റുള്ളവരെ കാണുന്ന ചില ആളുകളെ, അവർ കഷായത്തിൽ വിഷം ചേർത്ത് സയനൈഡ് കൊടുത്ത് ആളുകളെ കൊല്ലുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ വീണ എന്നുള്ള പേരുള്ള ചില ആളുകൾ. പക്ഷേ അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ വല്ലാതെ നെഗറ്റീവായി മാറിയ ചില പേരുകളെക്കുറിച്ച് നമ്മളിങ്ങനെ പറയുക. ഇനി ചിന്ത എന്നുള്ള പേരിനെക്കുറിച്ച് ആൾക്ക് ആക്ഷേപമുണ്ട്. അത് പിന്നെ ഈ പറഞ്ഞ പോലെ വാപോയ കൊടാലി പോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമെന്നല്ലാണ്ട് വലിയ ഉപദ്രവമൊന്നും ചെയ്യാൻ ഇതുവരെ അവസരം കിട്ടിയിട്ടില്ല. വല്ല മന്ത്രിയോ MLA MP ഒക്കെ ആയി കഴിയുമ്പോഴാണല്ലോ ജനങ്ങളെ ഉപദ്രവിക്കാനുള്ള അധികാരവും സാഹചര്യവും ഒത്തിറങ്ങി വരിക. അല്ലാതെ പിന്നെ ഇങ്ങനെ വളവളാന്ന് വർത്തമാനം പറഞ്ഞ് നടക്കുന്നവരെ നമുക്ക് അത് ജോക്കായിട്ടെടുത്ത് സഹിക്കാവുന്നതേ ഉള്ളൂ. ഏതായാലും ഷക്കീലയുടെ പേര് എങ്ങനെ നെഗറ്റീവായി മാറി എന്നതുപോലെ ചില പേരുകൾ ഇങ്ങനെ നെഗറ്റീവായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. ആ കൂട്ടത്തിൽ പറയുമ്പോൾ നമ്മുടെ സാക്ഷാൽ വിജയനെക്കുറിച്ച് പറയണം. വിജയൻ എന്ന് പറഞ്ഞാൽ അർജുനനാണ്. ഒരു യുദ്ധവും തോറ്റിട്ടില്ല. കൂടെ നിഴൽ പോലെ കാത്തു രക്ഷിക്കാൻ ഭഗവാനുണ്ടായിരുന്നു. ഇപ്പോൾ ഭഗവാനും ഇല്ല, ആരുമില്ലാതെ വീണ്ടുതല്ലോ കിടക്കുന്നു ധരണിയിൽ എന്ന് പറഞ്ഞതുപോലെ ഇരിക്കുന്ന സാക്ഷാൽ വിജയനെ നമ്മൾ കാണുന്നുണ്ട്. കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ മലയാളി വെറുക്കപ്പെടുന്ന ആൾ ആരാണെന്ന് ചോദിച്ചാൽ ഒരർത്ഥശങ്കയുമില്ലാതെ ഒന്നാം സ്ഥാനം നേടിയെടുക്കാൻ കഴിയുന്നത് സഖാവ് പിണറായി വിജയനാണ് എന്ന് പറയാതെ വയ്യ. അപ്പോൾ ഏതായാലും ഞാൻ ഈ വർത്തമാനം ഒരു കൊച്ചു വർത്തമാനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വെറുതെ ഒരു ഗോസിപ്പ് പറയലാണെന്ന് കൂട്ടിക്കോ വേണം. പക്ഷേ ഇത് രാഷ്ട്രീയമുണ്ട് ഇതിനകത്ത്. ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് കേരളത്തിൽ എങ്ങനെയാണ് ചില പേരുകൾ വല്ലാതെ നെഗറ്റീവായി മാറിയിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് വർത്തമാനം പറയാനാണ്. ഇതും നമ്മൾ പറഞ്ഞു വെക്കണം. എങ്ങനെയാണ് മുമ്പൊക്കെ വനിതകളായിട്ടുള്ള ആളുകളുടെ പേര് ക്രിമിനലുകളുടെ പേരിൽ, ക്രിമിനൽ സ്വഭാവത്തിൻ്റെ പേരിൽ കുപ്രസിദ്ധമായി ജനം വെറുക്കുന്ന പേരുകളായെങ്കിൽ താൻ പോരിമ, ധാർഷ്ട്യം, അധികാരഗർവ്, അധികാരത്തിൻ്റെ തണലിൽ എന്തും ചെയ്യാമെന്നുള്ള ധിക്കാരം, തൻ്റേടം, ഇതൊക്കെ കാട്ടി ചില ആളുകൾ കേരളത്തിലെ
പൊതുസമൂഹത്തെ ആകെ വെറുപ്പിക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നതിൻ്റെ ക്ലാസിക് ഉദാഹരണമാണ് ഈ പറഞ്ഞ പേരുകൾ. ഷക്കീല മുതൽ വിജയൻ വരെയുള്ള ഈ പേരുകൾ എങ്ങനെ ഏറ്റവും നെഗറ്റീവായി മാറിയെന്ന് അവരൊരിക്കലും ചിന്തിക്കാൻ പോകുന്നില്ല. പക്ഷെ നമുക്കറിയാം ഇവരെങ്ങനെയാണ് നെഗറ്റീവായി മാറിയതെന്ന്.